അജി കേട്ടോ, എനിക്കിന്ന് സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ഒരു വണ്ടി വർഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ആളില്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ചെക്കനെ വിളിച്ചു. നമ്മളൊരു 3 മാസം മുന്നേ നമ്മുടെ കൂടെ വന്ന് ലൈസൻസ് ഒക്കെ എടുത്ത് പോയതാണ്. അപ്പോൾ ഞാൻ ബേക്കിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കാര്യം ഒരു വണ്ടി കെട്ടി വെച്ചുകൊണ്ടായിരുന്നു കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ ചെക്കനോട് ചോദിച്ചു വേണമെന്ന് ചോദിച്ചു. ഓടിക്കാൻ കൊടുത്തു. നമുക്കിനി അവനോട് ചോദിക്കാം എന്താ അവൻ്റെ അവസ്ഥ. മോനെ, നീ ഒന്ന് പറഞ്ഞോ, നീ എത്ര ക്ലാസ് നമ്മുടെ കൂടെ വന്നായിരുന്നു? എത്ര ക്ലാസ്? 6 ക്ലാസ്. ഓക്കെ. ഇപ്പൊ നിനക്ക് ലൈസൻസ് എടുത്തിട്ട് ഇപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം നിനക്ക് വണ്ടി ഓടിക്കാൻ കിട്ടിയായിരുന്നോ? ഇല്ല. ഇപ്പൊ നിനക്ക് ഇപ്പൊ നമ്മൾ ഏത് വണ്ടിയാ ഓടിച്ചേ? 800. ഇപ്പൊ ഇത് ഏതാ ഓടിക്കണേ? ഇപ്പൊ എന്താ നിനക്ക് സ്ഥിതി ഇത് ഓടിച്ചിട്ട് നിന്റെ അവസ്ഥ എന്തോന്ന് പറഞ്ഞു? കുഴപ്പമില്ല, അത്രേ ഉള്ളോ? സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഏത് വണ്ടി കിട്ടിയാലും നമുക്ക് വലിപ്പം ഒരു പ്രശ്നമാണോ? അല്ല. ആദ്യം കയറിയപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി, പക്ഷെ പിന്നെ പ്രശ്നം വന്നോ? വന്നില്ല. അപ്പൊ നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന മക്കളോട് നിനക്ക് എന്നാ പറയാനുള്ള? പഠിക്കുമോ? സെറ്റാണോ? ഏത് വണ്ടി എടുത്തു പോവാം. അപ്പൊ ഞാൻ പറയാൻ വന്നാൽ നമുക്ക് വലിപ്പം ഒന്നും ഒരു പ്രശ്നവുമില്ല. അറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യണം, പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടി, നിങ്ങളുടെ വീട്ടിൽ ഏത് വണ്ടി ആയിക്കോട്ടെ, അത് വൃത്തിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. 100% നമുക്ക് ഉറപ്പ് തരാം. പക്ഷെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലും പഠിച്ചിപ്പോൾ ഇതിപ്പോൾ ആങ്കൊച്ചായതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിൽ വണ്ടിയുണ്ട്, നിങ്ങൾ പിന്നെ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. നമ്മൾ എന്ത് കാര്യമാണല്ലോ അത് എടുത്ത് എന്ത് ചെയ്യണം, മനസ്സിലാക്കി ക്ലിയർ ആയിക്കൊണ്ടിരണം. കയറിയപ്പോൾ അവന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആ സൈഡിൻ്റെ കാര്യം നിനക്ക് എങ്ങനെയാണ് എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാക്കി തന്നത് എങ്ങനെയാ? ഏതിലൂടെ ഒന്ന് കാണിച്ചു തന്നെ, കൈ ഒന്ന് കാണിച്ചു തന്നെ. ഏതിന്റെ താഴെ കൂടെ നോക്കാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ആ സെന്ററിൽ നിനക്ക് നിന്റെ സൈഡ് എന്ത് കിട്ടി? നിനക്ക് കിട്ടിയോ? ഓക്കെ. ഇപ്പൊ ഏത് ഗിയറിലാണ് നമ്മളുള്ളേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ വന്നേ? കുഞ്ഞെ, ഏത് ഗിയറിലോട്ട് വന്ന കാര്യം അത് വീണിട്ടില്ല, ആക്സിഡന്റ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി തേടി പോകുമ്പോ ബാക്കിൽ ബൈക്ക് കയറുന്നുണ്ട്, നോക്ക്. അപ്പൊ നമ്മൾ നോക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീണില്ല, പ്രശ്നമില്ല. അത് എന്തുകൊണ്ടാ? സ്റ്റെപ്പ് ഇല്ലാതെ ഇട്ടിട്ടാണ്. അപ്പൊ നമ്മൾ 4th ഇടുമ്പോ എത്ര സ്റ്റെപ്പ് വരണം? തേടിലോട്ട് 2 സ്റ്റെപ്പ് വരണം. ഓക്കെ. ഇനി മുന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിനക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കൂട്ടി നീ എങ്ങോട്ട് ഇട്ടു? ഓക്കെ, ഇടാം. അപ്പൊ സെക്കൻഡും ഫസ്റ്റൊക്കെ എവിടെ എത്തി? സ്വപ്നങ്ങളിൽ മാത്രമായില്ലേ? അവർ കാർ അതിന്റെ ഇടയിൽ കൂടെ കയറുന്നുണ്ട്. അപ്പൊ ഒരു ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യാ? ഒന്നുമല്ലേ. അത് ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യണം, ഒന്ന് മിന്നിച്ച് കൊടുക്കണം കേട്ടോ. ഹെഡ്ലൈറ്റ് മിന്നിക്കുന്നത് എവിടെയാണെന്നറിയോ? ഒന്ന് കാണിച്ചേ. ഓക്കെ പോട്ടെ. അപ്പൊ അത് മിന്നിക്കണം. നമുക്ക് രാത്രി ഓൺ അടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് വന്നാലും ഞെട്ടണ്ട. നമുക്ക് സമാധാനത്തിൽ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലില്ലേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ടെൻഷൻ അടിച്ചാൽ എന്തായി? കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.